മണിപ്പൂർ സംഘർഷം തുടരുന്നതിനിടെ കടുത്ത നിലപാടുമായി മണിപ്പൂർ മുഖ്യമന്ത്രി. കുക്കി തീവ്രവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്നും ബീരേൻ സിംഗ് BJPക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ നിലപാട്. BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കുക്കി തീവ്രവാദികൾക്കെതിരെ കർശന നടപടി വേണം, അല്ലാത്തപക്ഷം ജനങ്ങളുമായി കൂടിയാലോചിച്ച് രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടി വരുമെന്നാണ് ബീരേൻ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇംഫാലിൽ സംഘർഷം തുടരുകയാണ്. സംഘർഷത്തിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഇംഫാലിൽ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂവും 7 ജില്ലകളിലെ ഇന്റർനെറ്റ് നിരോധനവും ഇപ്പോഴും തുടരുകയാണ്. സംഘർഷങ്ങൾ തുടരുന്നതിനിടെ മുഖ്യമന്ത്രി NDA MLA-മാരുടെ യോഗം വിളിച്ചിരുന്നു. ഇതിലാണ് കുക്കി തീവ്രവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്നും സായുധ സേനകൾക്ക് പ്രത്യേക അധികാരം നൽകിയത് പിൻവലിക്കണമെന്നും ആവശ്യമുയർന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്നാണ് ബീരേൻ സിംഗ് പറഞ്ഞത്. എന്നാൽ എന്തായിരിക്കും ആ തീരുമാനം എന്നതിൽ വ്യക്തതയില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ കൂടുതൽ സേനാംഗങ്ങൾ മണിപ്പൂരിലെത്തുന്നുണ്ട്. ഇന്നലെ എത്തിയ 50 കമ്പനി സേനയ്ക്ക് പുറമെ 20 കമ്പനി കേന്ദ്രസേന കൂടി എത്തുന്നുണ്ട്. സംഘർഷത്തിലേക്ക് നയിച്ച 3 പ്രധാന സംഭവങ്ങളിൽ NIA അന്വേഷണം ആരംഭിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്, CRPF ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെയും വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണം എന്നിവയാണ് NIA അന്വേഷിക്കുന്നത്. സാഹചര്യം വിലയിരുത്തുന്നതിനായുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം ഇന്നും തുടരുകയാണ്. സാഹചര്യം ഏറെ സങ്കീർണമാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.